മൂന്നാർ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് 2025 ഫെബ്രുവരി 8-നാണ് ഈ ബസ് യാത്രക്കാർക്കായി KSRTC സമർപ്പിച്ചത്. 50 സീറ്ററുള്ള ഈ ബസ് മൂന്നാർ സന്ദർശകർക്ക് പ്രിയമേറി വരികയാണ്. മൂന്നാറിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം കൂടി വരികയാണ്. ഈ ബസ് മൂന്നാർ KSRTC സ്റ്റാൻഡിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇത് മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെ സഞ്ചരിച്ച് ആനയിറങ്കൽ ഡാം വരെ പോകും. NH85 മൂന്നാർ പൂപ്പാറ ബോധിമെട്ട് റൂട്ടിലൂടെയാണ് ഇത് പോകുന്നത്. പെരിയക്കനാൽ വാട്ടർഫോൾസ്, സിഗ്നൽ പോയിന്റ്, ലോക്ക്ഹാർട്ട് വ്യൂ, റോക്ക് കേവ് അല്ലെങ്കിൽ മല്ലേക്കള്ളൻ കേവ്, ഓറഞ്ച് ഫാം വ്യൂ, ടീ എസ്റ്റേറ്റ് എന്നീ റൂട്ടിലൂടെ സഞ്ചരിച്ച് തിരിച്ച് KSRTC സ്റ്റാൻഡിൽ തന്നെ എത്തുന്നു. ഓരോ സ്റ്റോപ്പിലും 10 മിനിറ്റ് ഇറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പർ ഡെക്കിൽ ഇരിക്കാൻ 400 റുപ്പീസും ലോവർ ഡെക്കിൽ ഇരിക്കാൻ 200 റുപ്പീസുമാണ് ഉള്ളത്. സ്വിഫ്റ്റ് KSRTC വെബ്സൈറ്റിലും എൻ്റെ KSRTC ആപ്പിലും ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഈ ബസിന്റെ ഉള്ളിൽ സീറ്റ്സ് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഉള്ളത്. വേറെ ഒരു ബസ് ഞങ്ങൾ കണ്ടത് ഒരു റെഡ് ഷെയ്ഡിലുള്ള സീറ്റ്സ് ആണ്. രണ്ട് ബസ്സും കാണാൻ നല്ലതാണെങ്കിലും ബ്ലൂ സീറ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. വേറൊരു കാര്യം KSRTCയിൽ ഇപ്പോൾ തുടങ്ങിയത് അവരുടെ കൊറിയർ സർവീസാണ്. 16 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ എവിടേക്കും കൊറിയർ ചെയ്യാൻ കഴിയും. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ അടുത്തുള്ള KSRTC ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി. അങ്ങനെ ഞങ്ങളുടെ യാത്ര KSRTC സ്റ്റാൻഡിൽ നിന്നും തുടങ്ങി. ഇനി ഇവിടെ നിന്നുള്ള വ്യൂ അതിമനോഹരമാണ്. നമുക്ക് ഒരു മൊബൈൽ ഫോൺ സൈഡിൽ എടുത്തു വെച്ചിട്ട് തന്നെ ഫുള്ള് വീഡിയോസ് എടുക്കാൻ തോന്നും. അത്രയും മനോഹരമാണ് അവിടുത്തെ യാത്ര. മൂന്നാറിൻ്റെ ഒരു ഭംഗി കംപ്ലീറ്റ് നമുക്ക് ഇതിലൂടെ ആസ്വദിക്കാൻ സാധിക്കും. പിന്നെ ഈ ബസ്സിൻ്റെ വേറൊരു പ്രത്യേകത, ഇതിൻ്റെ റൂഫ് ഫുള്ള് ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ മരങ്ങളുടെയൊക്കെ ചില്ലകളെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. സൈഡിലൂടെ ഒരു നദി ഒഴുകുന്നത് നമുക്ക് കാണാം. മാട്ടുപ്പെട്ടി ഡാമിൽ നിന്ന് വരുന്നതാണെന്ന് തോന്നുന്നു. ബസ്സിൽ തിരക്ക് കുറവായതിനാൽ ഞങ്ങൾ വീഡിയോസൊക്കെ എടുക്കാൻ കൂടുതൽ സൗകര്യത്തിൽ തന്നെ കിട്ടി. ഞങ്ങൾ പോകുന്ന സമയം കുട്ടികൾക്ക് പരീക്ഷ സമയമായതിനാൽ ഫാമിലിയുടെ തിരക്ക് കുറവാണ്. പിന്നെ സാറ്റർഡേ സൺഡേ ആണ് കൂടുതൽ തിരക്കുണ്ടാകുക. ബസ്സിനുള്ളിൽ
ഉള്ള കളർ കോമ്പിനേഷനൊക്കെ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് KSRTC ചെയ്തിട്ടുള്ളത്. ഇത് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ വളരെ മികച്ച ഒരു രീതിയിൽ തന്നെയാണ് അവർ ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. സോ അടിപൊളിയായിട്ടാണ് KSRTC ഈ ഒരു റോയൽ ബസ് ജനങ്ങൾക്ക് തന്നിട്ടുള്ളത്. വളരെ മനോഹരമാണ് അതിൻ്റെ ഉള്ളിലൊക്കെ കാണാനായിട്ട്. ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ടീ പ്ലാന്റേഷൻസിൻ്റെ ഒക്കെ ഒരു ഭംഗി ആസ്വദിക്കാനാകും. എന്ത് മനോഹരമായിട്ടാണ് നമുക്ക് ഈ മൂന്നാർ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലാണ് അറിയാൻ പറ്റുക. പ്രത്യേകിച്ച് KSRTC ബസ്സിൻ്റെ ഡബിൾ ഡെക്കറിൻ്റെ മുകളിൽ യാത്ര അത്രയും മനോഹരമാണ് നമുക്ക്. താഴെ നോക്കിയാൽ ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ തേയില പറിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ക്യാമറ ഓണാക്കിയാൽ നമുക്ക് ഓഫാക്കാനേ തോന്നത്തില്ല. കാരണം മൂന്നാറിൽ വന്നാൽ എല്ലാ ഫ്രെയിമുകളും വളരെ ഭംഗിയായി തന്നെ നമുക്ക് തോന്നും. KSRTC ജീവനക്കാരായ മുജീബും ബെന്നിയും ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പറഞ്ഞു തന്നുകൊണ്ട് യാത്ര വളരെ നല്ലതായിരുന്നു. ബസ്സിൽ നിന്ന് എനിക്ക് വേറൊരു ഫ്രണ്ടിനെ കൂടി കിട്ടി. അമൽ എന്നാണ് ആളുടെ പേര്. ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോയൊക്കെ എടുത്തു. ബാക്കിയുള്ള കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോകളിൽ കാണാം. ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ പരമാവധി നോക്കിയതാണ്. പക്ഷേ മൂന്നാറിൻ്റെ വ്യൂ ഒരു വീഡിയോയിലൊന്നും ഒതുങ്ങുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഈ യാത്ര.